ഫലസ്തീൻ ജനതയുടെ പരിതാപകരമായ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എത്ര ദുഃഖകരമായ കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. എത്ര നാളുകളായി പതിനായിരക്കണക്കിന് ആളുകൾ, കുരുന്നുകൾ, ഞാൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന് പോലും അറിയാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നാം കാണേണ്ടി വരുന്നു. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ്. അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായ അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അല്ലാഹുവിൻ്റെ റസൂൽ വിശ്വാസികൾക്കിടയിലുള്ള കരുണയെയും സ്നേഹത്തെയും ഉദാഹരിച്ചത് നിങ്ങളൊരു ശരീരം പോലെയാകുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മുറിവ് സംഭവിച്ചാൽ അത് ആ അവയവത്തിൻ്റേതാണെന്ന് പറഞ്ഞ് മറ്റ് അവയവങ്ങൾ മാറി നിൽക്കാറില്ലല്ലോ. അതിൻ്റെ വേദന ശരീരം മുഴുവനും അനുഭവിക്കുകയാണ്. കാലിൽ ഒരു മുള്ളു തറച്ചാൽ അത് കാലിൻ്റേതാണെന്ന് പറഞ്ഞ് കണ്ണ് മാറി നിൽക്കില്ല. കണ്ണ് അതെവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കും. കൈകൾ അത് ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ നിലയിൽ ലോകത്തിൻ്റെ ഏതു കോണിലും ഒരു വിശ്വാസി വേദന അനുഭവിച്ചാൽ അത് മുഴുവൻ വിശ്വാസികളുടെയും വേദനയാണ്. അത് അവരുടേതല്ലേ ഇവരുടേതല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് അനുവാദമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ കൈകൾ ഉയരട്ടെ. തഹജ്ജുദ് നിസ്കരിച്ച് സുന്നത്ത് നോമ്പെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം.